ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഒരുപാട് കടമയുണ്ട്. ഈ കടമയുള്ളതുപോലെ ഭർത്താവിനും തിരിച്ചങ്ങോട്ടുമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമയേക്കാൾ കൂടുതൽ കടമ തിരിച്ചങ്ങോട്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉസ്താദേ, എന്റെ ഭാര്യ എന്നെ ബഹുമാനിക്കുന്നില്ല, എനിക്ക് അല്ലോ എന്നോട് സ്നേഹത്തോടെ പെരുമാറുന്നില്ല, അവൾ എന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, എന്നോട് എനിക്ക് തന്നെ വെച്ചേരുന്നില്ല, ഇങ്ങനെ പരാതി പറയല്ലോ. എന്തേ പരാതി പറയുന്നേ? മനുഷ്യ, നീ നിന്റെ ഭാര്യയോട് പാലിക്കേണ്ട ബാധ്യതകൾ നീ പാലിച്ചിട്ടുണ്ടോ? ആദ്യം നീ മനസ്സിലാക്കി. നിന്റെ ഭാര്യയോട് നിനക്ക് ഒരുപാട് 12ഓളം കടമകളുണ്ട്. ഈ കടമകൾ നീ പാലിക്കാറുണ്ടോ? നീ പാലിച്ചാൽ നിന്റെ ഭാര്യയോട് നീ ഒന്നും പറയണ്ട, അവളെല്ലാം നിനക്ക് ചെയ്തു തരും. നീ വീടിന്റെ അകത്ത് ചെന്നാൽ മതി, ഭക്ഷണം മുന്നിലുണ്ടാകും, നിന്റെ വസ്ത്രം കഴുകിത്തരും, നിന്റെ ഉമ്മാനെ നോക്കും, നിന്റെ ഉപ്പാനെ നോക്കും, നിന്റെ കൂടെ ഒരു പരാതി നിന്റെ ഭാര്യയ്ക്കില്ലെന്നേ. നീ പാലിക്കേണ്ട കടമകൾ പാലിച്ചു കഴിഞ്ഞാൽ നിന്റെ കുടുംബജീവിതം സന്തോഷത്തിലായി തീരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള കടമകൾ എന്താ? ഈ സദസ്സിലിരിക്കുന്ന ഭർത്താക്കന്മാര് പഠിക്കുക. പെണ്ണുങ്ങളെ, ഇനി വയല് പറയുന്ന ഭർത്താവിനോട് നീ തിരിച്ചു ചോദിക്കണം, ഇക്ക ഈ പറയുന്നതിൽ ഏതാ നിങ്ങൾ പാലിക്കണം? ഈ ഉസ്താദ് പറഞ്ഞ ഈ കാര്യങ്ങളിൽ ഇത്രയും കടമകൾ ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുണ്ട്, നിങ്ങളിൽ ഏതാണ് പാലിക്കുന്നത് എന്ന് തിരിച്ച് ഭർത്താവിനോട് ചോദിക്കണം. തമ്മിലടിക്കാനല്ല, അദ്ദേഹത്തിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അത് നിന്റെയും ബാധ്യതയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാര്യ തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തി കൊടുക്കൽ ഭർത്താവിന്റെ കടമയാ. ഭർത്താവ് തെറ്റ് ചെയ്യുമ്പോൾ നീയും പറഞ്ഞു കൊടുക്കണം. അതിനുള്ള അവകാശം നിനക്കുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള കടമകൾ എന്താണ്? എന്റെ പ്രിയമുള്ളവരെ, നിസാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. ഇത് തിരിച്ചു തള്ളാനുള്ളതല്ല, ഇത് നിസാരമായി കാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ അവസാന പ്രഭാഷണമുണ്ടല്ലോ. ആ പ്രഭാഷണത്തില് 1,20,000 പരം വരുന്ന സ്വഹാബാക്കൾ തന്റെ മുന്നിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇത്തഖുല്ലാഹ ഫിന്നിസാ. 3 പ്രാവശ്യം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അമാനത്താണ് നിങ്ങളുടെ ഭാര്യമാര്. നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഓരോ ഭർത്താവിനോട് തന്റെ ഭാര്യയെ കുറിച്ച് വിചാരണ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടന്നയിലെ ചെറുപ്പക്കാരാ, നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ നിന്നെ കുറിച്ച് മാത്രമല്ല ചോദിക്കുന്നത്, നിന്റെ ഭാര്യയെ കുറിച്ചും അല്ലാഹു ചോദിക്കുകയാണ്. നിന്റെ ഭാര്യയുടെ കാര്യത്തിലും അല്ലാഹു നിന്നെ വിചാരണ ചെയ്യുമെന്ന് പ്രവാചകൻ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മാ ഹഖ്ഖു സൗജതി സൗജിനാ അലൈഹി യാ റസൂലല്ലാഹ്, ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള കടമ എന്താണ് നബിയേ? ഒന്ന് പറഞ്ഞു തരുവോ നബിയേ? ഒന്ന് പറഞ്ഞു തരുവോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? എനിക്കോ പെങ്ങള്, നല്ലതുപോലെ മറക്കാതെ പഠിച്ചു വെച്ചോ പെങ്ങള്, നിന്നെ ഉപദേശിക്കുന്ന നിന്റെ ഭർത്താവിനോട് സ്നേഹത്തോടുകൂടി പറഞ്ഞു കൊടുക്കാറുള്ള കടമകളാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി പറയുകയാണ്, ആദ്യം ഭാര്യ ആരാണെന്ന് മനസ്സിലാക്കണം. നിന്റെ ഭാര്യ ആരാണെന്ന് നീ മനസ്സിലാക്കണം. പടച്ചവനെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ 40ാമത്തെ വയസ്സിൽ നുബൂവത്ത് കിട്ടി പ്രബോധനവുമായി പ്രവാചകൻ ഖുറൈശികളുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ, വല്ലാത്ത പീഡനങ്ങളായിരുന്നല്ലോ. എവിടെ നോക്കിയാലും തല്ലിച്ചതക്കുകയാണ്. ചോദിക്കാനും പറയാനും ആരുമില്ലോ. പടച്ചവനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ലോ. തന്റെ കണ്ണിന്റെ മുന്നിലിട്ട് പട്ടിക തല്ലുന്നത് പോലെ തല്ലിച്ചതയ്ക്കാൻ പടച്ചവനെ ചോദിക്കാൻ ഒരാളില്ലാത്ത അവസ്ഥ കടന്നു വരുമ്പോ എല്ലാവരും പ്രവാചകന്റെ മുന്നിൽ സ്വഹാബികൾ വന്നിട്ട് പരാതി
പരാതി പറയുകയാ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകാ പറയുകയാ. എന്റെ പ്രിയമുള്ളവര്, എങ്ങനെയാണ് ഹിജ്റ പോയതെന്നറിയുമോ? തന്റെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ ഉപേക്ഷിച്ചിട്ട് ഇട്ടിരുന്ന വസ്ത്രത്തോടു കൂടിയാണ് മദീനയിലേക്ക് കടന്നുപോയത്. എല്ലാവരും കടന്നുപോയി. അവസാനം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ തങ്ങളും കടന്നു പോവുകയാ. എങ്ങനെയാ സ്വീകരിച്ചത്? മദീന നിവാസികൾ എങ്ങനെയാണ് സ്വീകരിച്ചത്? മുഹാജിരീങ്ങൾ അൻസ്വാരീങ്ങൾ സ്വീകരിച്ചത് എങ്ങനെയെന്നറിയുവോ? രണ്ട് വീടുള്ളവർ വീട് കൊടുത്തു, പണമുള്ളവർ പണം കൊടുത്തു, തോട്ടമുള്ളവർ തോട്ടം കൊടുത്തു, പടച്ചവനെ വാഹനമുള്ളവർ വാഹനം കൊടുത്തു. എന്തിന് രണ്ട് ഭാര്യമാരുള്ളവർ ഒരു ഭാര്യതാ തലാക്ക് പറഞ്ഞിട്ട് മുഹാജിരീങ്ങൾക്ക് വിഭാഗം കഴിച്ചു കൊടുത്തു. അൻസ്വാരീങ്ങൾ മുഹാജിരീങ്ങളെ ബഹുമാനിച്ചെന്ന് ചരിത്രം പറയുമ്പോ, സഹോദരാ, നിന്റെ കൂടെ നിൽക്കുന്ന നിന്റെ ഭാര്യ മുഹാജിറ, നിന്റെ കൂടെ ജീവിക്കുന്ന നിന്റെ ഭാര്യയുണ്ടല്ലോ, അവളൊരു മുഹാജിറാണ്. അവൾക്ക് വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, കൂടപ്പറപ്പുണ്ട്, വീടുണ്ട്, നാടുണ്ട്, കുടുംബക്കാരുണ്ട്. പക്ഷേ നീ നിന്റെ ഭാര്യ മഹർ കൊടുത്ത് വിഭാഗം കഴിച്ചു കഴിഞ്ഞപ്പോ അന്നു മുതൽ നിന്റെ വാപ്പയാണ് അവളുടെ വാപ്പ, നിന്റെ ഉമ്മയാണ് അവളുടെ ഉമ്മ, നിന്റെ കൂടപ്പറപ്പ് അവളുടെ കൂടപ്പറപ്പ്. പടച്ചവനെ അല്ലാഹുവേ, നിന്റെതെല്ലാം അവളുടേതാവുകയാണ്. അവൾക്കൊന്നുമില്ല, അവൾക്കൊന്നുമില്ല. എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു മുഹാജിറിനെ പോലെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളാ നിന്റെ ഭാര്യ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അവൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കല് നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുവോ? പെങ്ങളെ, റസൂലുള്ളാഹി പറയുകയാണ്, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയെയും കഴിപ്പിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്കും കൊടുക്കട് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ, പടച്ചവനെ, ഒരു വീടിന്റെ അകത്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. എത്ര പേരാ പടച്ചവന് ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നത് ഓർമ്മയുണ്ടോ വാപ്പാ? നീയും നിന്റെ ഭാര്യയും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പടന്നയിലെ ഏറ്റവും മനോഹരമായ വീട് ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ റഹ്മത്ത് പെയ്തിറങ്ങുന്ന, അല്ലാഹുവിന്റെ കാരുണ്യം ഇറങ്ങുന്ന, ഏറ്റവും കൂടുതൽ ബർക്കത്തുള്ള പടന്നയിലെ വീട് ഏതെന്നറിയുമോ? ചെറുപ്പക്കാരാ, ഏത് വീട്ടിലാണോ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ഈ പടന്നയിലെ ഏതെങ്കിലും ഒരു വീട്ടില് ഒരു ഭർത്താവും ഭാര്യയും ഒരു പാത്രത്തിന്റെ അകത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ആ വീട്ടിലാണ് അല്ലാഹുവിന്റെ ബർക്കത്ത് ഇറങ്ങുന്നെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആ വീട്ടിലാണ് അല്ലാഹുവിന്റെ കാരുണ്യം ഇറങ്ങുന്നത്, ആ വീട്ടിലാണ് സമാധാനമുള്ളത്, ആ വീട്ടിലാണ് ബർക്കത്തുള്ളത്. പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുമ്പോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ വീടിന്റെ അകത്ത് കിടന്ന് യന്ത്രങ്ങളെ പോലെ കിടന്ന് കഷ്ടപ്പെടുകയാ. അവസാന വൈകുന്നേര സമയമായി, മഗ്‌രിബ് കഴിഞ്ഞ് ഇശാഇന്റെ സമയമായി. വീട്ടുകാർ മുഴുവനും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. നിന്റെ പ്രിയപ്പെട്ടവൾ സർവ്വതും വിളമ്പി വെക്കുകയാണ്. മോളെ, നീ കഴിക്കുന്നില്ലോ? എന്റെ ഭർത്താവ് വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പടച്ചവനെ, ഭാര്യ നിന്നെ കാത്തിരിക്കുകയാണ്. വീട്ടുകാര് മുഴുവനും ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറക്കമായി. സ്നേഹമുള്ള ഭാര്യ ഉറങ്ങാതെ വീടിന്റെ കവാടത്തിൽ കണ്ണും നാട്ട്, എന്റെ പ്രിയതമൻ വരുന്നുണ്ടോ? എന്റെ ഭർത്താവിനെ കാണുന്നില്ലല്ലോ. ടെൻഷനോടെ സമാധാനമില്ലാതെ വീടിന്റെ മുന്നിൽ കാത്തിരിക്കുകയാ. അവസാനം പടച്ചവനെ, നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അവിടെന്ന് സലാം പറഞ്ഞു. ഭാര്യ വീടിന്റെ കവാടം തുറന്നു സലാം അടക്കുകയാ. അവിടെ നിക്കാ ഭക്ഷണം എടുക്കട്ടെ. ആ സമയത്ത് ചില ഭർത്താക്കന്മാര് പറയും, പെണ്ണ്,
എനിക്കൊന്ന് ഭക്ഷണം വേണ്ട, ഞാൻ എന്റെ കൂട്ടുകാരുടെ കൂടെ ഹോട്ടലിൽ പോയി വയറ് നിറച്ച് കടിച്ചിട്ടുണ്ട്, അല്ലാഹുവേ നീ വേണമെങ്കിൽ കടിച്ചോ എന്ന് കാത്തിരുന്ന ഭാര്യയോട് പറഞ്ഞിട്ട് കിടപ്പറയിലേക്ക് കടന്നു പോകുന്ന ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യയുടെ മനസ്സെന്തേടാ ചിന്തിച്ചു നോക്കാത്തത്? ആ പാവം കടിച്ചാൽ ഇറങ്ങുവോ എന്റെ ഭാര്യക്ക് കഴിക്കാൻ? എന്റെ ഭാര്യക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുവോ? സ്നേഹമുള്ളവരെല്ലാം മടക്കി വെച്ചിട്ട് പട്ടിണി വന്നിട്ട് നിന്റെ ചാരത്ത് കിടക്കുകയാ. ചെറുപ്പക്കാരാ, കരുണയില്ലാത്തവനാകരുത്, നന്ദിയില്ലാത്തവനാകരുത്. മോനെ, നിന്റെ ഭാര്യയുടെ കൂടെ നിനക്കൊന്ന് പോയിരുന്ന് കഴിച്ചാൽ ഒരുപാടൊന്നും വേണ്ട ചെറുപ്പക്കാരാ. ഒരു കിള ഭക്ഷണം കഴിക്കാൻ നിന്റെ വയറ്റിലെ സ്ഥലമുണ്ടെങ്കിൽ നിനക്കൊന്ന് കടിച്ചുകൂടി. നിന്റെ വയറിന്റെ അകത്ത് സ്ഥലമില്ലെങ്കിലോ അല്ലാഹുവേ, ഭാര്യ കടിക്കുന്ന പാത്രത്തിന്റെ അകത്ത് കൈയിട്ടിട്ട് ഒരു കിള ഭക്ഷണം ഭാര്യ നിന്റെ ഭാര്യയുടെ വായിലൊന്ന് വെച്ച് കൊടുക്കണം ചെറുപ്പക്കാരാ. അല്ലാഹുവേ, അല്ലാതെ വയറ് നിറച്ച് തിന്നിട്ട് വന്ന് കിടക്കുന്ന ചെറുപ്പക്കാരാ, അത് നല്ലതാണെന്ന് നിനക്കാരാ പറഞ്ഞു തന്നത്? അതൊരിക്കലും ശരിയല്ല പൊന്നുമോര്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഭർത്താവ് വരുന്നതിന് മുമ്പ് ഒറ്റയ്ക്ക് തിന്നുന്ന പെണ്ണുങ്ങൾക്കും ഇത് പാടവാ. പഠിച്ചവരെ, ഭർത്താവും ഭാര്യയും ഒരുമിച്ചിരുന്നാണ് കഴിക്കേണ്ടത്. ഭാര്യയ്ക്ക് കൊടുക്കാതെ ഒറ്റയ്ക്ക് തിന്നുന്ന ഭർത്താക്കന്മാരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസമുണ്ടല്ലോ വിശന്ന വയറോടെ വീട്ടിലേക്ക് കടന്നു വരികയാ. ആയിഷ, എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാറുണ്ടോ ആയിഷ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ 3 റൊട്ടി എടുത്ത് കൊണ്ടുവരികയാണ്. 3 റൊട്ടി എടുത്ത് കൊണ്ടുവന്ന് പ്രവാചകന്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. യാ റസൂലല്ലാഹ്, ഈ 3 റൊട്ടിയല്ലാതെ ഒന്നുമില്ല നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവെക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് കടിക്കാൻ തുടങ്ങി. 3 റൊട്ടിയും അല്ലാഹുവിന്റെ പ്രവാചകൻ കടിച്ചു. 3 റൊട്ടിയും അല്ലാഹുവിന്റെ റസൂല് ഒറ്റയ്ക്കങ്ങ് കഴിക്കുകയാണ്. ഭക്ഷണം കടിച്ചു കഴിഞ്ഞപ്പോ പ്രവാചകൻ ഇരുന്ന് കരയുകയാ. എന്റെ ചെറുപ്പക്കാരാ, ലോകത്തിന്റെ നേതാവിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. പ്രവാചകന് കരയുന്നത് കണ്ടപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ കരയുന്നത്? ആയിഷ, നിനക്ക് തരാതെ ഞാൻ തിന്നല്ലോ ആയിഷ, ഇന്ന് നിന്നെ ഞാൻ പട്ടിണി കിട്ടല്ലോ, നിനക്ക് തരാതെ ഞാൻ കഴിച്ചു പോയല്ലോ. അറിയാതെ കഴിച്ചു പോയതാ റസൂലുള്ളാഹി, അറിയാതെ കഴിച്ചു പോയതോ. പഠിച്ചവരെ, പ്രവാചകനോട് കരയുന്ന ഭർത്താവിനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, നബിയേ അങ്ങ് കഴിക്കുന്നത് കണ്ടപ്പോഴേ എന്റെ വയറ് നിറഞ്ഞു പോയി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിച്ചു, ആയിഷ നിനക്കെന്താണ് വേണ്ടത്? നിനക്കെന്താണ് വേണ്ടത്? എന്ത് വേണമെങ്കിലും ചോദിച്ചോ ആയിഷ. നബിയേ, എനിക്ക് സ്വർഗത്തിലെ നിങ്ങളുടെ ഭാര്യയാകണം നബിയേ. അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഒറ്റയ്ക്ക് തിന്നുന്ന ഭർത്താക്കന്മാർക്ക് പഠിക്കാനാ. അല്ലാഹുവിന്റെ പ്രവാചകന് ഒറ്റയ്ക്ക് ഭക്ഷണം കടിച്ച പ്രവാചകന്, ഒരു നേരം തന്റെ ഭാര്യക്ക് കൊടുക്കാതെ കടിച്ച പ്രവാചകന്, ആയിഷ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യയുടെ കയ്യിൽ പിടിക്കുകയാണ്. ആ ഭാര്യയുടെ കയ്യിൽ പിടിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആയിഷ എനിക്ക് പൊരുത്തപ്പെട്ട് തരുവോ ആയിഷ? ഒരു നേരം തന്റെ ഭാര്യക്ക് കൊടുക്കാതെ ഒറ്റയ്ക്ക് കടിച്ചു പോയതിന്റെ പേരിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഭാര്യയോട് പൊരുത്തം ചോദിച്ചെന്ന് ചരിത്രം പറയുമ്പോ, ചെറുപ്പക്കാരാ, നീ നിന്നെ കുറിച്ചൊന്ന് ചിന്തിക്കു പൊന്നുമോന്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, സൗബാ റളിയല്ലാഹു തആല അൻഹ പറയുകയാ, ഏത് വീട്ടിലാണോ ഭാര്യയും ഭർത്താവും
ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ആ വീട്ടിൽ അള്ളാഹുവിന്റെ ബറക്കത്തിറങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടന്നയിലെ ഏറ്റവും മനോഹരമായ ഭവനം. പണമുള്ളവന്റെ വീടല്ല, 2 നില വീടല്ല, ഹജ്ജ് ചെയ്തവന്റെ വീടല്ല, ജമാഅത്തിന്റെ കമ്മിറ്റിക്കാരുടെ വീടല്ല, ഹിദായത്തിന്റെ സംഘാടകരുടെ വീടല്ല. ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവരിൽ ഏറ്റവും മനോഹരമായ ഭവനം ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾ എത്ര പേരാ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം? ഭാര്യയും ഭർത്താവും ഒരു പാത്രത്തിന്റെ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന എത്ര ആൾക്കാരായി ഈ സദസ്സിലുള്ളത്? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കൈവക്കാൻ ഞാൻ പറയുന്നില്ല, എനിക്ക് നാണം കെടാൻ വയ്യാത്തണ്ട. എങ്ങനെ പെണ്ണുങ്ങളെ ഭർത്താവിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന പടന്നയിലെ പെണ്ണുങ്ങളൊന്ന് കൈവക്കിക്ക്. കാണാനുള്ള കൊതി കൊണ്ട ഒരെണ്ണമെങ്കിലും ബുക്കോ നോക്കട്ടെ. അൽഹംദുലില്ലാഹ്, 1-2 പെണ്ണുങ്ങളുണ്ട്. നിങ്ങൾ രക്ഷപ്പെട്ടു, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഭാര്യയും ഭർത്താവും. അപ്പൊ ചോദിക്കും, ഗൾഫിൽ കിടക്കണ ഭർത്താവ്? അത് ഗൾഫിലില്ല, ഞാൻ വീട്ടിലുള്ള എന്റെ കാര്യം പറയണം. ഉരുട്ടി കൊതിങ്ങളൊന്നും ചോദിക്കില്ല. വീട്ടിൽ താമസിക്കുമ്പോ ഭർത്താവ് വീട്ടിലുള്ളപ്പോ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കഴിക്കണം. അതൊരു ബർക്കത്താ. അത് പണ്ടായിരുന്നു, ഇപ്പൊ എങ്ങനാ? പണ്ടൊക്കെ വീടുകളിൽ ഒരു പാത്രം ഉണ്ടാകും, ഒറ്റ പാത്രമേ ഉള്ളൂ. അന്ന് പിന്നെ വലിയൊന്നും ഇല്ലല്ലോ, ആകെ ഒരു പാത്രം. ആ പാത്രത്തിന്റെ അകത്ത് ഉമ്മ ഭക്ഷണം എല്ലാം കൂടെ അങ്ങോട്ട് വാരിയിടും. എന്നിട്ട് സിമെന്റ് കുഴക്കണ പോലെ ഉമ്മ യന്ത്രം ഇല്ല, ഇന്നിപ്പോ സിമെന്റ് ഒക്കെ കുഴക്കണ ഒരു യന്ത്രം ഉണ്ടല്ലോ. നമ്മുടെ ഉമ്മ ഈ ചട്ടിക്കകത്ത് ഭക്ഷണം ഇട്ട് ഇങ്ങനെ ഇളക്കല, എല്ലാം കൂടെ അങ്ങോട്ട് ഇളക്കും. മക്കളായി നമ്മളിങ്ങനെ കാത്തിരിക്കും. ഉമ്മയുടെ മുന്നിൽ പോയി വായി തുറന്നു കൊടുക്കും. ഉമ്മ ഇങ്ങനെ വാരി വെച്ച് തരും. അള്ളാഹു നമ്മുടെ ഉമ്മമാർ മരണപ്പെട്ടവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാൻ മക്കൾക്ക് വലിയ ഇഷ്ടമാണ്. എന്നാ പടന്നെങ്കിലെ പെണ്ണുങ്ങളെന്ന് വീട്ടിൽ പോകണം. ഇരിക്കണ ആണുങ്ങൾ വീട്ടിൽ പോയിട്ട് ഒരു 5 വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ള മക്കള് കാണാൻ വേണ്ടി ചോറും കറിയെല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ടിട്ടൊന്ന് ഇളക്കണം. നിങ്ങളുടെ മക്കളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ ഭക്ഷണം നല്ലതുപോലെ ഇളക്കിയിട്ട് വേണമെന്ന് വെച്ചാൽ സ്വന്തം മക്കൾ പോലും വാങ്ങി തിന്നാത്ത കാലവാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം വേസ്റ്റാണെന്നാ മക്കള് ചിന്തിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, പണ്ട് ഒരു വീടുണ്ട്. ആ വീടിന്റെ അകത്ത് ഉമ്മയും വാപ്പയും മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നേ. അതുകൊണ്ട് പണ്ടുള്ളവർക്ക് പരസ്പരം സ്നേഹമുണ്ടായിരുന്നു. ഏറ്റവും കുറഞ്ഞത് കൂടപ്പറപ്പുകൾക്കെങ്കിലുണ്ട്. എടാ, ഇവൻ എന്റെ അനുജനാണെന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന എത്ര എന്റെ കൂടപ്പറപ്പടാ. നാട്ടുകാരെന്താ പറയട്ടെ, അവൻ എന്റെ സഹോദരനാണെന്ന് പറഞ്ഞ് സഹോദരന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നതൊക്കെ മാറി. ഇന്ന് ഏറ്റവും വലിയ ശത്രുത നാട്ടുകാർക്കല്ല, അതിന്റെ കൂടപ്പറപ്പിന് തന്നെയാണ്. ഏറ്റവും വലിയ നീ നശിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നാട്ടുകാർ, അയൽവാസികളല്ല, സ്വന്തം കൂടപ്പുറപ്പുകൾ തന്നെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാലഘട്ടം. എന്തുകൊണ്ടെന്നറിയോ? മനസ്സുകൾ തമ്മിൽ അകന്നുപോയത് കൊണ്ടാ. അതുകൊണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്ക്, അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തന്നു. എന്തേ പറഞ്ഞു തന്നത്? നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കണം. 2, അവിടുന്ന് പറഞ്ഞു, നിന്റെ ഭാര്യയ്ക്ക് ആവശ്യമുള്ളത് മുഴുവനും നീ വാങ്ങിക്കൊടുക്കണം. അവള് സാരി വേണമെന്ന് പറഞ്ഞാൽ സാരി, ചുരിദാർ വേണമെന്ന് പറഞ്ഞാൽ ചുരിദാർ, ഫർദ വേണമെന്ന് പറഞ്ഞാൽ ഫർദ, മീൻ വേണമെന്ന് പറഞ്ഞാൽ മീന്, ഇറച്ചി വേണമെന്ന് പറഞ്ഞാൽ ഇറച്ചി. നിന്റെ വീട്ടിൽ ആവശ്യം നിന്റെ ഭാര്യ എന്തൊക്കെ ചോദിക്കുന്നു അവൾക്ക് ആവശ്യമുള്ളത് മുഴുവനും വാങ്ങിക്കൊടുക്കൽ നിന്റെ കടമയാ. നിന്റെ ഭാര്യ പറയുന്നു, എനിക്ക് ജോലി ചെയ്യാൻ വയ്യ, ഒരു വേലക്കാരിയെ വേണമെന്ന് പറഞ്ഞാൽ നീ വെച്ചു കൊടുക്കണം. അത് നിന്റെ കടമയാ. നിന്റെ ഭാര്യ പറയുന്നു, എനിക്ക് അവള് നിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അടുക്കളപ്പണിക്ക് വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുന്ന പെണ്ണല്ല. നിനക്ക് ചോറ് വെച്ച് തരാനും നിന്റെ മക്കളെ നോക്കാനും നിന്റെ വീട് നോക്കാനും നിന്റെ തുണി കഴുകി തരാനും പെണ്ണിന് നിർബന്ധമില്ല. അതൊക്കെ അവൾ ചെയ്തു തന്നാൽ അവളുടെ ഔദാര്യം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു ഭർത്താവിന്റെ കടമയാ. ഭാര്യ പറയുന്നു, എനിക്ക് ജോലിക്കാരെ വേണം, എന്റെ ആവശ്യങ്ങൾ നടത്തി തരണം എന്ന് പറഞ്ഞാൽ ചെയ്തു കൊടുക്കണം. അത് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്തവൻ പെണ്ണ് കെട്ടാൻ പാടില്ല. ഭാര്യക്കും മക്കൾക്കും ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനാ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞത്. അല്ലാത്തവൻ ദിക്റും പറഞ്ഞു നടക്കാനാ പറഞ്ഞത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആരെങ്കിലും പറഞ്ഞു? ഇസ്ലാം പറഞ്ഞു, എടാ, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കെട്ടാവൂ. ഇത് ആരോടാ പറയണേ? വിവാഹത്തിന് പള്ളിയിൽ പോയിരിക്കും. നാട്ടുകാരെ മുഴുവനും വിളിച്ചു വരുന്നത് കണ്ടാ പടച്ചവനെ പുതിയാപ്പളല്ലോ സിനിമാ താരങ്ങൾ വരുന്നത് പോലെ ഒരുങ്ങി കെട്ടി ഇങ്ങോട്ട് വരും. പള്ളിക്കകത്ത് കൊണ്ടുവന്ന് കാഴ്ച വസ്തുവിനെ പോലെ ഇരുത്തും. അവസാന നിക്കാഹിന്റെ സമയമാകുമ്പോ പള്ളിയിലെ ഖത്തീബ് ചോദിക്കും, മഹർ എത്രാന്ന്? വായും തുറന്നിരിക്കാം മഹർ ചോദിക്കുമ്പോ.
എടാ മഹർ എത്രയാടാന്ന് ചോദിക്കുമ്പോ കണ്ണ് തെള്ളികെട്ട് വെടികൊണ്ടവനെ പോലെ ഇരിക്കുന്ന ചില ആണുങ്ങളുണ്ട്. വാപ്പാനോട് ചോദിക്കും വാപ്പ മഹർ എത്രാന്ന്. വാപ്പ ഒന്ന് കെട്ടിയത് എന്നിട്ടും ചോദിക്കുക മഹർ എന്താണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹർ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ നാട്ടിലൊക്കെ അറിയണം. ഇവിടെ എങ്ങനെയാടെ മഹറൊക്കെ അല്ലെ? കൃത്യം ചില സ്ഥലങ്ങളിൽ നിശ്ചിത മഹറുണ്ട്. 5 പവൻ 10 പവൻ കൊടുത്തേ പറ്റത്തുള്ളൂ. എവിടെ വെച്ച് കൊടുക്കണം എന്നറിയോ? പള്ളി നിക്കാഹ് നടക്കുന്ന സമയത്ത് ഇങ്ങനെ എടുത്ത് കാണിക്കണം. 5 പവൻ ഇങ്ങനെ എല്ലാരും നാട്ടുകാരെ ഇങ്ങനെ കാണിക്കണം. ആരാ പറഞ്ഞ കാണിക്കണോ? ആരാടാ പറഞ്ഞത്? മഹർ എന്ന് പറഞ്ഞ എന്താ? ആർക്കാ കൊടുക്കേണ്ടത്? പഠിക്കണം. അല്ലാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ ഞങ്ങളുടെ നാട്ടിൽ 10 പവനാ മഹർ കൊടുക്കണം. എന്റെ സഹോദരിയുടെ കെട്ടുതാലി വിറ്റിട്ടാ ഞാൻ മഹർ വാങ്ങി കൊടുത്തേ. കാരണം നാട്ടുകാരുടെ മുന്നിൽ നാണക്കേട്. മഹർ ആർക്കാ കൊടുക്കണ്ടേ? പെണ്ണിന്റെ വാപ്പായ്ക്കാ മഹർ കൊടുക്കണ്ടേ? അല്ലെങ്കിൽ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്കാ മഹർ കൊടുക്കണ്ടേ? എടാ മഹർ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? അതിന് നിശ്ചിത ഒരു അളവില്ല. എടാ സ്വന്തമായിട്ട് ഹലാലായ മാർഗത്തിലൂടെ അധ്വാനിച്ചത് 10 രൂപയാണെങ്കിൽ 10 രൂപയാ, അത് കൊടുത്താൽ മതി മഹർ. അല്ലാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അത് പള്ളി കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കാനുള്ള വസ്തുവല്ല. വിവാഹത്തിന്റെ നിക്കാഹിന്റെ സമയത്ത് ഇന്നതാണ് മഹർ എന്ന് പറയണമെന്നേ ഉള്ളൂ. മഹർ കൊടുക്കേണ്ടത് ഭാര്യയുടെ കയ്യിലാണ്. അല്ലാഹുവേ, പടച്ചവനെ മണിയറക്കകത്ത് കടന്നു ചെല്ലുമ്പോ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, ഇതെന്റെ മഹർ, ഇതേ എന്റെ കയ്യിലുള്ളൂ. 10 രൂപയെങ്കിൽ 10 രൂപ. മോളെ, ഇനി ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ല. ഞാൻ നിന്നെ മരിക്കണ കാലം വരെ ദുഃഖത്തിലും സന്തോഷത്തിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുന്ന ഒരു നല്ല വാക്ക് പറഞ്ഞാൽ മതി. ഭാര്യ തൃപ്തിപ്പെട്ട അതിനാ മഹർ എന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ആദം നബി ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹ കൊടുത്തത് സലാത്തായിരുന്നടാ പൊന്നുമോനെ. എത്രയോ ഹദീസിന് എത്രയോ സഹാബാക്കൾ കൊടുക്കാൻ പൈസയില്ലാതെ മഹറായിട്ട് കൊടുത്തത് ഭാര്യയോട് പറഞ്ഞു, ഞാൻ നിനക്ക് ഖുർആൻ പഠിപ്പിച്ചു തരാം. ഇതിനാ മഹർ എന്ന് പറയുന്നത്. സ്വന്തമായി അധ്വാനിച്ച ഹലാലായ മാർഗത്തിലൂടെ ഉള്ളത് അത് എന്താണോ അത് ഭാര്യയുടെ കയ്യിൽ കൊടുത്ത് തൃപ്തിപ്പെടുത്ത്. അതിനാണ് മഹർ എന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കഴിവുള്ളവനെ വിവാഹം കഴിക്കാവൂ. ഭാര്യയുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ. ഇത് പറയുമ്പോ പെണ്ണുങ്ങൾക്ക് വലിയ സന്തോഷം. പറവസ്ഥാതെ എല്ലാം മേടിച്ചു തരണം അല്ലേ? എല്ലാം മേടിച്ചു തരണം. പെങ്ങളെ, ഞാൻ എല്ലാം പറഞ്ഞു തരാം. ഭർത്താവിന്റെ കടമയാണ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൽ. അവൾക്ക് ആവശ്യമുള്ളത് ചില ഭർത്താക്കന്മാര് കെട്ടി ഇങ്ങനെ ഇട്ടേക്കും. ഓടി നടന്ന് പെണ്ണ് കെട്ടുന്നവന്മാരുണ്ട്. അല്ലാഹു ആലം, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഓടി നടന്ന് പെണ്ണ് കെട്ടും. എന്നിട്ട് 2 മക്കളെയും കൊടുത്ത് സമ്മാനിച്ചിട്ട് മുങ്ങി നടക്കുന്ന പല ആൾക്കാരുണ്ട്. ചെലവിന് കൊടുക്കണം സഹോദരൻ. എന്തിനാ ഈ പിശുക്കത്തരം കാണിക്കുന്നത്? മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുത്തേടാ, നീ 1 കിലോ അരി വാങ്ങിക്കൊടുത്ത, ഒന്ന് മറ്റൊരു കടയിൽ പോയി പച്ചക്കറി വാങ്ങിക്കൊടുത്ത, അരി വാങ്ങിക്കൊണ്ടു കൊടുത്ത, ഇറച്ചി വാങ്ങിക്കൊടുത്ത, മീൻ വാങ്ങിക്കൊടുത്ത, ഒരു മാക്സി വാങ്ങിക്കൊടുത്ത, ഒരു മുട്ടുസൂചി നീ നിന്റെ ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുത്ത, നിനക്ക് സദക്കയുടെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ. ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു മുട്ടുസൂചി വാങ്ങിക്കൊടുത്താലും, നിന്റെ ഭാര്യയുടെ വായിൽ ഒരു ഉരുള ഭക്ഷണം വാരി വെച്ചാലും നിനക്ക് മീസാൻ എന്ന ത്രാസിൽ അത് സദക്കയുടെ കൂലിയായി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എങ്ങനെ വാങ്ങിക്കൊടുക്കുന്ന ഭർത്താവിനെ സദക്ക? ഭാര്യ പറയുന്നു, എനിക്കൊരു ചുരിദാർ വേണം. കൊടുക്കത്തത് പ്രാവി വാങ്ങിക്കൊടുത്ത പതിവ് കിട്ടൂല. ഭാര്യ പറയുന്ന, എനിക്കൊരു ചുരിദാർ വേണം, ഒരു ഫർദ വേണം. ആ സമയത്ത് പടച്ചവനെ, അല്ലാഹുവേ, എനിക്ക് പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി നീ അത് വാങ്ങിക്കൊടുത്താൽ നിനക്ക് സദക്കയുടെ കൂലി. അല്ലാതെ കടയിൽ പോയി വാങ്ങിക്കൊടുത്തിട്ട് പടച്ചവനെ പറയാനുള്ളത് മുഴുവനും പറഞ്ഞുകൊടുത്ത് പ്രാവിയിട്ട് വാങ്ങിക്കൊടുത്തിട്ട് കാര്യമില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഇത് പറഞ്ഞപ്പോ പെണ്ണുങ്ങൾ അങ്ങ് അർശിന്റെ മുകളിൽ കയറണ്ട. മോളെ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ 3 വൃത്തികെട്ടവരുണ്ട്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹു കരുണ കാണിക്കാത്ത 3 വിഭാഗമുണ്ട്. ആ 3 വിഭാഗത്തിൽ ഒരു വിഭാഗം ഭർത്താവിന്റെ കഴിവുകേട്, ഭർത്താവിന് വാങ്ങിത്തരാൻ കഴിവില്ല എന്നറിയാം, എന്നിട്ടും ഭർത്താവിനെ പീഡിപ്പിക്കുന്ന പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ കൂടെ ഉണ്ട്. നിന്റെ ഭർത്താവ് പടച്ചവനെ, നീ കിടക്കണത് വാടക വീട്ടിൽ, അയൽവാസിയുടെ വീട്ടിൽ ആക്റ്റീവ് വരുമ്പോ നീ കെട്ടിയവനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക. ആ സാധു എങ്ങനെ പടച്ചവനെ ഒരു ദിവസം അന്നം കൊടുക്കുന്നത്? കഷ്ടപ്പാടില്ല. ഭർത്താവിന്റെ സാമ്പത്തിക സ്രോതസ് കൂടെ
മനസ്സിലാക്കണം, കപ്പാസിറ്റി കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നീ പലതും പറയാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഭർത്താവിന്റെ കടമ നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കണം, വേർതിരിവ് കാണിക്കരുത്, ഒറ്റയ്ക്ക് കഴിക്കരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പാലിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു പാലിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. 2, അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, അള്ളാഹുവിന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞു, സ്വഹാബാ വലാ തദ്രിബിൽ വജ്ഹ, നിങ്ങളുടെ ഭാര്യമാരുടെ മുഖത്ത് നിങ്ങൾ അടിക്കല്ലേ. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുന്ന സ്വഹാബാ വലാ തദ്രിബിൽ വജ്ഹ, നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് നിങ്ങൾ അടിക്കല്ലേ. വലാ തുകബ്ബിഹു, നിങ്ങൾ അവളെ ചീത്ത വിളിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2, ഭാര്യയുടെ മുഖത്തടിക്കാൻ പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ പറയുമ്പോ? ഇഷ്ടപ്പെടുന്നില്ലേ? നിർത്തണോ? പറയണോ? നിർത്തണോ? പറയണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്ക്. ഉസ്താദ് വാക്യം കൂടെ പറയണമെന്ന് ആഗ്രഹമുള്ളവർ. അൽഹംദുലില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്തടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്ത് അടിക്കാന്നല്ല, ബാക്കിയുള്ള സ്ഥലത്ത് അടിക്കാമെന്നല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയെ തല്ലാൻ പാടില്ല, പ്രത്യേകിച്ച് മുഖത്തടിക്കാൻ പാടില്ല. നമ്മൾ അടിച്ച അവിടെ മാത്രമേ അടിക്കത്തുള്ളൂ. മുഖം ഇവിടെ അടിക്കുന്നതിന് എന്താ പറയാ? നീ എന്തോടെ പറയാൻ പേടി? ഞങ്ങളുടെ നാട്ടിലെ ഇവിടെ എന്താ പറയുന്നത്, ചിലപ്പോ ഈ ഭാഷയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുമല്ലോ. മുഖം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. എന്ത് വന്നാലും ആദ്യം അടിക്കുന്നത് ഇവിടെ. നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് നിങ്ങൾ തല്ലാൻ പാടില്ല. 2, ചീത്ത വിളിക്കരുത്. അല്ലാഹു അലം, ഡിക്ഷണറി പോലും അതിന്റെ അർത്ഥം കാണൂല അങ്ങനത്തെ പള്ള വിളിക്കണ ഭാര്യയെ, അല്ലേ? പട്ടി, പന്നി, മറ്റേ വാപ്പ എന്തൊക്കെയാ വിളിക്കണില്ല. അല്ലാഹു അലം. ചങ്ങായിമാരെ, നിന്നെ പോലെ അഭിമാനം ഉള്ളത് അവളും, അവക്കും ഓടുന്നത് രക്തമൊക്കെ തന്നെ. പിന്നെ ആ സാധുക്കള് ക്ഷമിക്കുന്നത്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാര്യയെ ചീത്ത വിളിക്കാൻ പാടില്ല, തല്ലാൻ പാടില്ല. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരെ തല്ലികെട്ടില്ല. 11 ഭാര്യമാരുമായി ജീവിച്ച പ്രവാചകൻ ഒരിക്കൽ പോലും ഒരു സാഹചര്യത്തിലും തന്റെ ഭാര്യമാരെ തല്ലികെട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, ഏത് സാഹചര്യമാകട്ടെ, ഒരിക്കൽ പ്രവാചകനും ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയും തമ്മിൽ പിണങ്ങി. 2 പേരും വല്ലാത്ത, ആയിഷ ബീബി നല്ല ദേഷ്യത്തില. ആയിഷ ബീബി റളിയല്ലാഹു തആല കലി തുള്ളി നിൽക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങളാ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ആള്? റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുക, നിങ്ങളാ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ആള്? ആ ചോദ്യം അടികൊള്ളേണ്ട ചോദ്യമാ. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സാഹചര്യത്തിലും തല്ലിയില്ല. അവിടെ നിന്ന് തിരിച്ചു പറഞ്ഞത് എന്തെന്നറിയുമോ? ആയിഷ, നിനക്ക് എന്നോട് സ്നേഹമുള്ളത് എപ്പോഴാ, എന്നോട് ദേഷ്യമുള്ളത് എപ്പോഴാ? എനിക്കറിയാം ആയിഷ, നീ എപ്പോഴാണ് എന്നോട് സ്നേഹമുള്ളത്, എപ്പോഴാണ് എന്നോട് സ്നേഹമില്ലാത്തത്, എനിക്കറിയാം. അപ്പൊ ഉടനെ ചോദിച്ചു, നബി എങ്ങനെ അറിയാം നബി? അതാ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യ പെട്ടെന്ന്, പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അതുകൊണ്ട് ഭർത്താക്കന്മാര് മനസ്സിലാക്കേണ്ടത്, ഭാര്യമാര് ദേഷ്യത്തിലാണെന്ന് മനസ്സിലായ ഭർത്താക്കന്മാര് മിണ്ടാതിരിക്കണമെന്ന് മഹാന്മാര് പറയുന്നു. ഭാര്യ ദേഷ്യത്തിലാണെന്ന് മനസ്സിലായ ഭർത്താവ് മിണ്ടാതിരിക്കണം. കാരണം എന്തേ? അവൾ ദേഷ്യത്തിലായത് കാരണം നമ്മൾ എന്തെങ്കിലും പറയുമ്പോ അവള് മറുപടി പറയും. എന്ന് പറഞ്ഞാൽ തറുതല പറയും. നമ്മൾ എന്തെങ്കിലും പറയും, ഉടനെ അവള് തറുതല പറയും. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അവളെ തല്ലുകൊടുക്കും. തല്ലുകൊണ്ടാ വാങ്ങിച്ചോണ്ട് പോയിരിക്കോ? ഇല്ല. പിന്നെയും തായിക്കാന്ന് പറഞ്ഞ് പുറകെ വരും. നീ പിന്നെ വലിയ കരുണയുള്ളവനെ, വാരി അങ്ങ് കൊടുക്കും. അവസാനം ബാഗും പെട്ടി എടുത്തോണ്ട് വീട്ടിൽ പോകും. വാപ്പായും വിളിച്ചോണ്ട് കടന്നയിലോ അല്ലെങ്കിൽ എവിടെങ്കിലും പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയും, എന്നെ പീഡിപ്പിച്ചെന്ന്. അകത്ത് പോയി കിടന്ന് ഉണ്ട തിന്നണ്ട വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അത് തന്നെ, ഭാര്യമാര് ദേഷ്യത്തിലാണെങ്കിൽ അവള് നമ്മൾ എന്തെങ്കിലും പറയുമ്പോ തറുതല പറയുമ്പോ നമുക്ക് ദേഷ്യം വരും, നമ്മൾ തല്ലും. എന്നാ ഒന്നീ നിർത്തോ? ഇല്ല. അവള് പിന്നെയും പറഞ്ഞുകൊണ്ട് വരും, നീ കൊടുത്തുകൊണ്ടേയിരിക്കും. അവസാനം പിന്നെ അകത്ത് പോയി കിടക്കേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും നല്ലത് മിണ്ടാതിരിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് തന്നെ. നിന്റെ ഭർത്താവിന്റെ സ്വഭാവത്തിൽ മാറ്റം കണ്ട നിന്റെ ശരീരത്തിന് നല്ലത് നീയും മിണ്ടാതിരിക്കല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, നിനക്ക് എപ്പോഴാ എന്നോട് സ്നേഹം, എപ്പോഴാ ദേഷ്യം എനിക്കറിയാം. എങ്ങനെ അറിയാൻ നബിയെ?
എങ്ങനെ ആകാംക്ഷയോടുകൂടി അത്രയും ദേഷ്യത്തിൽ നിന്ന ഒരു കൗൺസിലിംഗിന്റെ വിഷമ, അത്രയും കോപത്തിൽ നിന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു എങ്ങനെ അറിയാന്ന്. ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ, നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ മുഹമ്മദ് നബിയുടെ റബ്ബിനെ കൊണ്ടാണ് സത്യം, നീ അങ്ങനെ പറയും. എന്നോട് ദേഷ്യമാണെങ്കിൽ ലാ വറബ്ബി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ റബ്ബിനെ കൊണ്ടാണ് സത്യം. അങ്ങനെ പറയുമ്പോ എനിക്കറിയാം സ്നേഹമുണ്ടെങ്കിലേ എന്റെ പേര് പറയൂ, ദേഷ്യമാണെങ്കിൽ ഇബ്രാഹിം നബിയുടെ പേര് പറയും. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനത്തെ സാഹചര്യത്തിൽ പോലും അങ്ങനെയാ പെരുമാറേണ്ടത്. അതിനാ കുടുംബജീവിതം എന്ന് പറയുന്നത്. സഫിയ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ പ്രവാചകന്റെ കയ്യിൽ ഇറച്ചിക്കറി കൊണ്ടുവന്നിട്ട് കൊടുത്തു. വേറൊരു ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്ത് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പ്രവാചകനെ കാത്തിരിക്കുക. അപ്പോഴാണ് അടുത്ത ഭാര്യ കറി കൊടുത്തു വിടുന്നത്. ആ കറിയുമായി വീട്ടിലേക്ക് കയറി വന്നിട്ട് ആയിഷ ബീവിയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ സഫിയ തന്നത് അല്ലാ, നല്ല ടേസ്റ്റുള്ള കറിയാ, കൊടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ, എടുത്തൊരൊറ്റയേറ്. അല്ലാഹുവേ, ആയിഷ ബീവി റളിയല്ലാഹു തആല കറിയും പാത്രം എടുത്തൊരൊറ്റ ഏറ്, പാത്രം പൊട്ടിച്ചിതറി. അള്ളാഹുവിന്റെ റസൂല് തല്ലിയില്ല, മിണ്ടാതെ താഴെ ഇരുന്നിട്ട് പറക്കിയെടുത്തു. നമ്മളാണെങ്കിൽ ആലോചിക്കും, എടാ നിന്റെ വീടിന്റെ അയലത്ത് താമസിക്കുന്ന നിന്റെ കൂടപ്പുറപ്പ് സഹോദരി വീട്ടിൽ നല്ല ഒരു പോത്തിറച്ചിയൊക്കെ വെച്ചപ്പോ എന്റെ ഇക്കായ്ക്ക് വലിയ ഇഷ്ടമാണല്ലോ എന്ന് കരുതിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് കറി എടുത്തിട്ട് നിന്റെ കയ്യിൽ തന്നു. അതുമായി വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ആമിന, എന്റെ സഹോദരി വെച്ച് ഇറച്ചിക്കറിയാ, നീ ഇത്തിരി വിളമ്പിത്താന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവളങ്ങാണം തറയിലെറിഞ്ഞ് പൊട്ടിക്കൊന്നും വേണ്ട, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉള്ള രംഗമൊന്ന് ആലോചിച്ച് വെക്കേ, ചിലപ്പോ അതിന്റെ പേരിൽ തലാക്ക് വരെ സംഭവിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരെ തല്ലരുത്, നിങ്ങളുടെ ഭാര്യമാരുടെ മുഖത്തടിക്കരുത്, നിങ്ങൾ അവളെ ചീത്ത വിളിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പല സാഹചര്യത്തിൽ ഞാനും നിങ്ങളും വിളിച്ചുപോയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അപ്പൊ രണ്ടാമത്തെ കടമ, ഭാര്യയെ തല്ലാൻ പാടില്ല. അള്ളാഹു സൂക്ഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ.